കേൾക്കാനിടയില്ലാത്ത ഒരു പ്രതികാരത്തിന്റെ കഥ പറയാം. ഗ്ലോബൽ സൂപ്പർ താരങ്ങളെയെല്ലാം പൊന്നുവില കൊടുത്ത് റിയൽ മാഡ്രിഡ് തങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. റൊണാൾഡോ നസാരിയോ, ലൂയിസ് ഫിഗോ, സിനദിൻ സിദാൻ, ഡേവിഡ് ബക്കാം എന്നിങ്ങനെയുള്ള വലിയൊരു താരനിരയെ തന്നെ അന്ന് പെരസും സംഘവും മോഹവിലക്ക് സൈൻ ചെയ്ത് സാന്റിയാഗോ ബെർണാബുവിൽ എത്തിച്ചിരുന്നു. അക്കൂട്ടത്തിലേക്ക് അന്ന് യൂറോപ്പ് ഭരിച്ചിരുന്ന ഒരു ബ്രസീലുകാരന്റെ സൈനിങ്ങിനെ പറ്റി റയൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതെ, റൊണാൾഡീനിയോ എന്ന ഒരു 23-കാരന്റെ സൈനിങ്ങിനെ കുറിച്ചായിരുന്നു ആ ചർച്ച. എന്നാൽ ആ ചർച്ചക്കൊടുക്കം ആ സൈനിങ് വേണ്ട എന്നതായിരുന്നു റയലിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഫ്ലോറന്റീനോ പെരസിന്റെ തീരുമാനം. കാരണമായി അദ്ദേഹം പറഞ്ഞത് റൊണാൾഡീനോയെ കാണാൻ സൗന്ദര്യമില്ല, അയാളെ ടീമിലെത്തിച്ചാൽ അത് ടീമിന്റെ ബ്രാൻഡ് വാല്യൂവിനെ പ്രതികൂലമായി ബാധിക്കും. ഇതായിരുന്നു പെരസ് അന്ന് പറഞ്ഞത്. എന്നാൽ പിന്നീട് 30 മില്യൺ യൂറോ ചിലവഴിച്ചുകൊണ്ട് ബാർസലോണ റൊണാൾഡീനോയെ ടീമിലെത്തിക്കുന്നുണ്ട്. ഇനി പ്രതികാരത്തിനുള്ള സമയമാണ്. അതെ, 2005-ലെ ഒരു വാശിയേറിയ എൽ ക്ലാസിക്കോ പോരാട്ടം. അന്നെതിരില്ലാത്ത 3 ഗോളുകൾക്ക് ബാഴ്സ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ച് മുട്ടുകുത്തിക്കുമ്പോൾ 2 തവണയാണ് റൊണാൾഡീനോ റയലിന്റെ വല കുലുക്കിയത്. അന്നയാളുടെ കളി കണ്ട റയൽ ആരാധകർ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു പോയി. തീർന്നില്ല, അതേ വർഷം തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ബാലൺ ഡി ഓർ പുരസ്കാരവും അദ്ദേഹത്തിന്റെ കൈവെള്ളയിലെത്തുമ്പോൾ പെരസിന് അന്നെടുത്ത തീരുമാനത്തിൽ അല്പമെങ്കിലും കുറ്റബോധം തോന്നിയിട്ടുണ്ടാകണം.